കർണാടകയിലെ ഏറ്റവും പ്രശസ്തമായ സിയാറത്ത് കേന്ദ്രങ്ങളിൽപ്പെട്ട ബീജാപൂരിലെ പ്രശസ്തമായ ടൂറിസ്റ്റ് പ്ലേസുകളിലൊന്നായ ബഹുമാനപ്പെട്ട സയ്യിദ് ഷാ അബ്ദുൾ റസാഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാന്റെ ദർഗയിലാണ്. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഒരു സൂഫി വര്യരാണ് ഷെയ്ഖ് അബ്ദുൾ റസാഖ് ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. മദീനത്തുൽ ഔലിയ അഥവാ ഔലിയാക്കന്മാരുടെ പട്ടണം എന്നറിയപ്പെടുന്ന ബീജാപൂരിൽ നിരവധി ഔലിയാക്കന്മാരുടെ ദർഗകളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ്. ഖാദിരിയ ത്വരീഖത്തിന്റെ ഷെയ്ഖാണ് ഈ മഹാൻ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസിന്റെ കുടുംബ പരമ്പരയിൽപ്പെട്ട ഈ മഹാൻ അന്ത്യവിശ്രമം കൊള്ളുന്നത് ബീജാപൂർ ടൗണിന്റെ മധ്യഭാഗത്താണ്. ഈ മക്ബറയുടെ അകത്തേക്ക് വന്നാൽ ഇതിന്റെ മേൽഭാഗങ്ങളിലൊക്കെ ഖുർആൻ കൊത്തിവെച്ച് നമുക്ക് കാണാൻ സാധിക്കും. നല്ല ആത്മീയ അന്തരീക്ഷമാണ് ഇവിടെ. ഈ കാണുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുതൽ ഈ അബ്ദുൾ റസാഖ് അൽ ഖാദിരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വരെയുള്ള കുടുംബ പരമ്പരയാണ്. ഇവിടേക്ക് നിത്യവും ആയിരങ്ങളാണ് അഭയം തേടി വരുന്നത്. ജോഡ് ഗുംബസ് എന്നാണ് ഇവിടേക്ക് പറയപ്പെടുന്നത്. രണ്ട് ഗുംബസുകൾ അഥവാ രണ്ട് താഴികക്കുടങ്ങൾ ഒരേ സ്ഥലത്ത് ഒരേ ആകൃതിയിലുള്ളത് കൊണ്ടാണ് ജോഡ് ഗുംബസ് എന്ന് പറയുന്നത്. ഈ ഒരു കെട്ടിടത്തിന്റെ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ മുഴുവൻ പേരും ഇവിടെ കാണാം. ഹസ്രത്ത് സയ്യിദ് ഷാ അബ്ദുൾ റസാഖ് അൽ ഹസനി വൽ ഹുസൈൻ എന്നാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ ഒരു മക്ബറക്ക് തൊട്ടടുത്തായിട്ട് മറ്റൊരു താഴികക്കുടത്തിൽ ഇദ്ദേഹത്തിന്റെ ശിഷ്യനും അന്തിയുറങ്ങുന്നുണ്ട്. ഈ ഒരു മക്കാമിലും നല്ല രീതിയിൽ കൊത്തുപണികളും ഖുർആൻ സൂക്തങ്ങളും ഒക്കെ മേൽക്കൂരയിൽ എഴുതി വെച്ചിട്ടുണ്ട്. നല്ലൊരു ആത്മീയ അന്തരീക്ഷം. അങ്ങനെ ഇവിടത്തെ സിയാറത്തും കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൾ റസാഖ് അൽ ഖാദിരിയുടെ ഉമ്മയുടെ മക്ബറയും തൊട്ടടുത്ത് തന്നെ കാണാം. അങ്ങനെ അതും സിയാറത്ത് ചെയ്ത് ഞാൻ അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് നീങ്ങി. ഇതാണ് ജോഡ് ഗുംബസിന്റെ വിശേഷങ്ങൾ. ബീജാപൂരിലെ മറ്റു വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം.